എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ CPAS അതായത് സെൻറ്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൻ്റെ BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ളതും അതുപോലെ തന്നെ BPharm അതുപോലെ തന്നെ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് CPAS.ac.in എന്നുള്ള വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്നത് കാണാം. SME UG റാങ്ക് ലിസ്റ്റ് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി ഇങ്ങനെ റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആദ്യം തന്നെ CPASൻ്റെ അതായത് CPAS.ac.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ SME UG റാങ്ക് ലിസ്റ്റ് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ജസ്റ്റ് ഒന്ന് ബാക്ക് ബട്ടൺ അടിക്കുക. അതിനുശേഷം ഇവിടെ മുകളിലായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതായത് ഡു യു വാണ്ട് ടു ബിക്കം എ CPAS സ്റ്റുഡൻറ്റ് ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ വിദ്യാർത്ഥികൾക്ക് കാണാൻ പറ്റും. അതായത് CPASadmissions.com എന്നുള്ള പേജിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതായത് മുകളിലൂടെ സ്ക്രോൾ ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് നിങ്ങളുടെ SME എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ലോഗിൻ ഓപ്ഷൻ ഉണ്ട്. ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ഈ ഒരു ഇമെയിൽ ID അല്ലെങ്കിൽ ഫോൺ നമ്പർ ഏതാണോ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ കൊടുത്തത് അത് കൃത്യമായിട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് അക്കങ്ങൾ കാണാൻ പറ്റും. അതായത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കുറച്ച് നമ്പേഴ്സ് കാണാൻ പറ്റും. അതായത് ഇതാണ് ക്യാപ്ച എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ക്യാപ്ച നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ ഇവിടെ റീലോഡ് ക്യാപ്ച എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എപ്പോഴാണോ മനസ്സിലാവുന്നത് ആ ഒരു സമയം അത് ക്ലിക്ക് ചെയ്യുന്നത് നിർത്തിയിട്ട് നിങ്ങൾക്കത് ഇവിടെ എൻ്റർ ക്യാപ്ച എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ ഉണ്ട്. അഥവാ നിങ്ങൾ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാവുന്നതാണ്. അതായത് നിങ്ങൾ ഈ ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ കൊടുത്ത ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ട് റിക്വസ്റ്റ് പാസ്വേഡ് റീസെറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പേജിൽ അതായത് ആ ഒരു ഇമെയിൽ IDയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ലിങ്ക് അയച്ചു തരുന്നതും ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതും ആണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ID എന്താണോ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ കൊടുത്തത് അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് കൊടുത്ത ശേഷം പിന്നീട് ഇവിടെ കുറച്ച് നമ്പേഴ്സ് കാണാൻ പറ്റും. എന്താണ് ആ ഒരു നമ്പേഴ്സ് അത് മനസ്സിലാവുന്നില്ലെങ്കിൽ റീലോഡ് ക്യാപ്ചയിൽ ക്ലിക്ക് ചെയ്ത് അത് റീലോഡ് ചെയ്ത് അത് ആ ഒരു ക്യാപ്ച ചേഞ്ച് ആക്കാവുന്നതും പിന്നീട് എൻ്റർ ക്യാപ്ച എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ആ ഒരു ക്യാപ്ച അതായത് ആ ഒരു അക്കങ്ങൾ അതായത് നമ്പേഴ്സ് ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതായത് ഈ റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിച്ചിട്ട് നിങ്ങളുടെ റാങ്ക് എത്രയാണ് എന്നുള്ള കാര്യം നിങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനി ഇതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ള കാര്യം പറയാം. അപ്പോൾ അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട 500 വിദ്യാർത്ഥികളെയാണ് ആദ്യം ഈ ഒരു കൗൺസിലിങ്ങിനായിട്ട് വിളിക്കുക. 500 വിദ്യാർത്ഥികളെ വിളിച്ച ശേഷം പിന്നീട് ബാക്കിയുള്ള വിദ്യാർത്ഥികളെ കൗൺസിലിങ്ങിനായിട്ട് വിളിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആദ്യം 500 വിദ്യാർത്ഥികളെയാണ് വിളിക്കുക. അപ്പോൾ വിളിച്ച ശേഷം എങ്ങനെയാണ് വിളിക്കുക എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഇമെയിൽ മുഖാന്തരമോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് SMS മുഖാന്തരമോ നിങ്ങൾക്ക് CPASൻ്റെ കൗൺസിലിംഗ് അതല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് നിങ്ങൾ ഹാജരാവണം. ഇന്ന ദിവസം ഇന്ന സമയം ഈ CPASൻ്റെ ഗാന്ധിനഗറിലുള്ള ആ ഒരു കോളേജിൽ ഹാജരാവണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് SMS അല്ലെങ്കിൽ ഇമെയിലോ വരും. സാധാരണഗതിയിൽ വിദ്യാർത്ഥികൾക്ക് ഇമെയിലാണ് വരാറുള്ളത്. അതുപോലെ ചില വിദ്യാർത്ഥികളെ വിളിച്ച് പറയാറുണ്ട്. എന്നാൽ സാധാരണ വിളിച്ച് പറയുക എന്ന് പറയുമ്പോൾ അത് കൂടുതൽ സാധ്യത കുറവുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നുകിൽ ഇമെയിൽ ആയിട്ടോ അല്ലെങ്കിൽ SMS ആയിട്ടോ ആണ് വരിക. അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ വഴി ആയിരിക്കും അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 3 രീതിയിലാണ് വരിക. ഒന്നാമത്തേത് നിങ്ങൾക്ക് പ്രൊഫൈൽ വഴി അറിയാൻ പറ്റും. അതുപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് SMS അല്ലെങ്കിൽ ഇമെയിലോ വരും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് എപ്പോഴാണ് ഇമെയിൽ വന്നിട്ടുള്ളത്, ഏത് ദിവസമാണ് നിങ്ങൾ ഹാജരാവാനായിട്ട് അതായത് ഒരു ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാനായിട്ട് പറയുന്നത്, അപ്പോൾ ആ ഒരു ദിവസമാണ് നിങ്ങൾ പങ്കെടുക്കേണ്ടത്. അപ്പോൾ സാധാരണത്തിൽ ആദ്യഘട്ടം 500 വിദ്യാർത്ഥികളെ ആ ഒരു റാങ്ക് ലിസ്റ്റിലുള്ള 500 വിദ്യാർത്ഥികളാണ് വിളിക്കുക. അതിനുശേഷം പിന്നീട് സീറ്റ് വേക്കൻസി ഉണ്ടാവുകയാണെങ്കിൽ പിന്നീട് ബാക്കിയുള്ള വിദ്യാർത്ഥികളെയും കൂടി ഈ ഒരു കൗൺസിലിങ്ങിലേക്ക് വിളിക്കുകയാണ് ചെയ്യുക. അതായത് ഇൻ്റർവ്യൂവിലേക്ക് വിളിക്കുകയാണ് ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇമെയിലായിട്ട് CPASൻ്റെ ഇൻ്റർവ്യൂവിന് ഇന്ന ദിവസം ഇന്ന കോഴ്സിന് ഏത് കോഴ്സിനാണ് ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ടുണ്ടാകും. കാരണം നഴ്സിംഗ് മാത്രമല്ല പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സിലേക്കുമുള്ള ഈ ഒരു അഡ്മിഷൻ അതായത് ഈ ഒരു അഡ്മിഷൻ നടത്തപ്പെടുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളെ അതായത് ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ
അപ്പോൾ വിദ്യാർത്ഥികൾക്ക് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാം. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇമെയിൽ മുഖാന്തരം നിങ്ങൾക്ക് ഇന്ന് ഇൻ്റർവ്യൂവിന് വരണം. ഏത് കോഴ്സിനാണെന്ന് കൃത്യമായിട്ട് അതിൽ സൂചിപ്പിച്ചിട്ടുണ്ടാകും. നഴ്സിംഗ് ആണോ, അല്ലെങ്കിൽ BSc MLT ആണോ, അല്ലെങ്കിൽ BPT ആണോ, അതുപോലെ ഏത് കോഴ്സിനാണോ നിങ്ങൾ ഹാജരാവാനായിട്ട്, അതായത് ഇൻ്റർവ്യൂവിനായിട്ട് വരാൻ പറയുന്നത്, അതിനനുസരിച്ച് നിങ്ങൾക്ക് പോകാവുന്നതാണ്. അപ്പോൾ BPharmന് അപ്ലൈ ചെയ്തവർക്ക് BPharmൻ്റേതായിരിക്കും ഇൻ്റർവ്യൂവിനായിട്ട് വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നഴ്സിംഗിൻ്റെയും അതുപോലെ എല്ലാത്തിൻ്റെയും ഒരുമിച്ച് ഒരു ജനറൽ റാങ്ക് ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരുമിച്ചായിരിക്കും. അതായത് ഇന്ന റാങ്കിലുള്ള വിദ്യാർത്ഥികൾ, ഇന്ന റാങ്ക് മുതൽ ഇന്ന റാങ്ക് വരെ ഉള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഇൻ്റർവ്യൂ ഇന്ന സമയത്തായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇമെയിൽ വരുന്നതാണ്. അപ്പോൾ ഇമെയിലിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാകും ഏത് ദിവസം ഏത് ഡേറ്റിന് ഏത് കോഴ്സിലാണ് നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർവ്യൂവിനായിട്ട് നിങ്ങളെ വിളിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവിനായിട്ട് വിളിക്കുന്ന സമയത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ പോയി കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഇൻ്റർവ്യൂവിന് പോവുക എന്ന് പറയുമ്പോൾ നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നല്ല ചെയ്യുക, നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ അഡ്മിഷനായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ ഇൻ്റർവ്യൂവിനായിട്ട് പോവുക. ഇനി വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഇൻ്റർവ്യൂവിന് പോയിട്ട് നിങ്ങളെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് എല്ലാ ഡോക്യുമെൻറ്റ്സും കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ തരികയാണ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എത്ര രൂപയാണ് ഫീസ് വരിക എന്നുള്ള കാര്യം കൂടി പറഞ്ഞുതരാം. ഫീസ് വരുന്നത് നിങ്ങളിപ്പോൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് ടോട്ടലായിട്ട് 1,10,000 രൂപയാണ് ഫീസ് വരിക. ഇതിൽ 10,000 രൂപ കോഷൻ ഡെപ്പോസിറ്റ് ആണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ 4 വർഷത്തെ കോഴ്സിൻ്റെ ആ ഒരു നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു പൈസ നിങ്ങൾക്ക് റീഫണ്ടായിട്ട് ഒരു 10,000 രൂപ റീഫണ്ടായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു 1,10,000 രൂപ മാത്രമല്ല ഈ ഒരു ആകെ ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫീസ് വരുന്നത് ഈ ഒരു രീതിയിലാണ്. അതായത് 23,300 രൂപയും അതിൻ്റെ കൂടെ 86,500 രൂപയോളമാണ് ഫീസ് വരുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഫീസ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫീസും അതുപോലെ 10,000 രൂപ കോഷൻ ഡെപ്പോസിറ്റ് ഉൾപ്പെടെ ടോട്ടൽ 23,000 1,10,000 രൂപയാണ് ടോട്ടലായിട്ട് ഫീസ് വരിക. അതായത് 1,10,000 രൂപയാണ് ഫീസ് വരിക. 2ാം വർഷം മുതൽ 1,10,000 വേണ്ട 95,000 രൂപ മാത്രമാണ് ഫീസ് ഇനത്തിൽ വരിക. ഇനി ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് PTI ഫണ്ട്, ബുക്ക്, യൂണിഫോം, ഹോസ്റ്റൽ ഇതിൻ്റെ ഫീസ് എക്സ്ട്രാ ആയിട്ട് വരുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ SC അതുപോലെ തന്നെ ST അതുപോലെ തന്നെ OEC വിഭാഗത്തിൽ ഫീസ് ആനുകൂല്യമുള്ള വിഭാഗം വിദ്യാർത്ഥികൾ ആണെങ്കിൽ, അതുപോലെ ഫിഷർമാൻ രജിസ്ട്രേഷനൊക്കെ OECയിലാണ് വരിക. അപ്പോൾ SC ST അതുപോലെ OEC വിഭാഗത്തിൽ ഫീസ് ആനുകൂല്യമുള്ള വിഭാഗങ്ങൾ എന്നിവർക്ക് CPASൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് 1,000 രൂപയാണ് ഫീസ് വരിക. 1,000 രൂപയും ഇതിൻ്റെ കൂടെ ഒരു 10,000 രൂപ കോഷൻ ഡെപ്പോസിറ്റ് ഇനത്തിൽ വരും. അങ്ങനെ ടോട്ടലായിട്ട് 11,000 രൂപയാണ് വരിക. ബാക്കി നിങ്ങളുടെ ഫീസും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ആണ് വഹിക്കുന്നത്. അതുപോലെ തന്നെ അത് ഗവൺമെൻറ്റാണ് ആ ഒരു ബാക്കി പൈസയൊക്കെ ഈ ഒരു CPASലേക്ക് കൊടുക്കുന്നത്. അതായത് E-Grant സ്കോളർഷിപ്പ് മുഖേനയായിരിക്കും ആ ഒരു പൈസ കോളേജിലേക്ക് കൈമാറുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതായത് 1,000 രൂപ നേരത്തെ പറഞ്ഞതുപോലെ ട്യൂഷൻ ഫീസ്, 10,000 രൂപ ടോക്കൺ അല്ല ഈ ഒരു കോഷൻ ഡെപ്പോസിറ്റ് എന്നിങ്ങനെ ഉൾപ്പെടെ ടോട്ടലായിട്ട് 11,000 രൂപയാണ് SC ST OEC വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇനത്തിൽ വരിക. ഇതുകൂടാതെ യൂണിഫോം, ബുക്ക് അതുപോലെ ഹോസ്റ്റൽ എന്നിങ്ങനെയുള്ള എക്സ്ട്രാ ഫീസ് കൂടി ഇതിൻ്റെ കൂടെ വരുന്നത് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സാധാരണ ഒരു ജനറൽ കാറ്റഗറി വിഭാഗം വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഫീസ് വരുന്നത് ഈ ഒരു രീതിയിലാണ്. ആദ്യ വർഷം 1,10,000 രൂപയാണ് ഫീസ് വരിക. 2ാം വർഷം ഏകദേശം 95,000 രൂപയാണ് വരിക. 95,000 എന്ന് പറയുമ്പോൾ അതായത് ബാക്കിയുള്ള 3 വർഷം ഈ ഒരു രീതിയിലാണ് ഫീസ് വരുന്നത്. ഇതിൻ്റെ കൂടെ നിങ്ങളുടെ PTI ഫണ്ട് അതുപോലെ യൂണിഫോം, ബുക്ക്, ഹോസ്റ്റൽ ഇതുപോലുള്ള ഫീസൊക്കെ എക്സ്ട്രാ ആയിട്ട് വരുന്നതായിരിക്കും. അതുപോലെ ട്രാവൽ ഇതിനൊക്കെ എക്സ്ട്രാ ആയിട്ട് ഫീസ് വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ടോട്ടലായിട്ട് നോക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ SC ST വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ ജസ്റ്റ് ഒരു 50,000 രൂപയായിരിക്കും നിങ്ങൾക്ക് ടോട്ടലായിട്ട് 4 വർഷത്തേക്ക്. അതായത് ഏകദേശം ആണ് ഈ ഒരു ഫീസ് പറഞ്ഞത്. ഇതിലും കുറവായിരിക്കും നിങ്ങൾക്ക് ചിലവ് വരിക. അതേസമയം സാധാരണ ജനറൽ കാറ്റഗറി വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 4 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു 8 ലക്ഷത്തോളം രൂപ അല്ലെങ്കിൽ 7 ലക്ഷത്തോളം രൂപ നിങ്ങൾക്ക് ചിലവ് വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സ് അനുസരിച്ചിട്ടാണ് ഈ ഒരു ഫീസ് വരുള്ളൂ. നഴ്സിംഗ് അല്ലാത്ത കോഴ്സൊക്കെ ആണെങ്കിൽ ഫീസ് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിനായിട്ട് അല്ലെങ്കിൽ കൗൺസിലിങ്ങിനായിട്ട് നിങ്ങൾക്ക് ഇമെയിൽ CPASൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു മെയിൽ എപ്പോഴാണ് അല്ലെങ്കിൽ SMS എപ്പോഴാണ് വന്നത് അത് കൃത്യമായിട്ട് നോക്കിയിട്ട് ഏത് കോഴ്സിനാണ് എന്നുള്ളത് നോക്കിയിട്ട് കൃത്യമായിട്ട് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും ഫീസും എടുത്തുകൊണ്ട് നിങ്ങളുടെ രക്ഷിതാവിനെയും കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കൗൺസിലിംഗ് പങ്കെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.